ഹായ് ഹലോ ഓൾ, വെൽക്കം ടു ബെഞ്ചാര ഈക്വൽ ക്ലബ്. ഇന്ത്യയിലെ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല തെറ്റിദ്ധാരണകളുമുണ്ട്. ആര് കൂടുതൽ കുടിക്കുന്നു, സ്ത്രീയാണോ പുരുഷനാണോ? ഈ ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഇന്ന് ഞാൻ ഇവിടെയുള്ളത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നാഷണൽ ഹെൽത്ത് ഫാമിലി സർവേയുടെ റിപ്പോർട്ടുകളിലെ ചില വിവരങ്ങൾ നമുക്ക് നോക്കാം. 2019 മുതൽ 2021 വരെയുള്ള കണക്കുകൾ പ്രകാരം 15 to 49 വയസ്സ് വരെയുള്ള ഇന്ത്യൻ സ്ത്രീകളിൽ വെറും 1.3% മാത്രമാണ് മദ്യപിക്കുന്നത്. എന്നാൽ ഇതേ പ്രായത്തിലുള്ള, അതായത് 15 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാരിൽ ഇത് 18.8%. ഈ കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ മദ്യപിക്കുന്നത് പുരുഷന്മാരാണെന്നാണ്. എന്നാൽ ഇതിൽ ചില പ്രധാനപ്പെട്ട പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം കൂടുതലാണ്. അരുണാചൽ പ്രദേശില് 15.6% സ്ത്രീകളും മദ്യപിക്കാറുണ്ട്. ഇനി നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും പുരുഷന്മാരുടെ മദ്യപാനം ശരാശരിയേക്കാൾ കൂടുതലാണ്. പുരുഷന്മാര് പലപ്പോഴും സാമൂഹിക സമ്മർദ്ദം, സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ പദവി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മദ്യപിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്ത്രീകള് അവരുടെ മാനസിക സമ്മർദ്ദം, ദുഃഖം എന്നിവ ഒഴിവാക്കാനായിട്ട് മദ്യപിക്കുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മദ്യം ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 2015 മുതൽ 16 വരെയുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നടത്തിയ സർവേയിൽ മദ്യപിക്കുന്ന സ്ത്രീകളുടെ അളവും പുരുഷന്മാരുടെ അളവും കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഈ മദ്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ മോശമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ മദ്യം സംസ്കരിക്കുന്ന എൻസൈമുകളുടെ അളവ് കുറവാണ് ഇതിന് കാരണം. ഇത് അവർക്ക് രക്തത്തില് ഉയർന്ന മദ്യത്തിന്റെ അളവ് നൽകുന്നു. ഇത് അവരെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. ഇത് അവരുടെ കരളിനും ഹൃദയത്തിനും ഒക്കെ വളരെ മോശമായി ബാധിച്ചേക്കാം. കൂടാതെ പുരുഷന്മാരെയും സ്ത്രീകളെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ശരീരത്തിലെ ജലാംശം കുറവും കൊഴുപ്പ് കൂടുതലുമാണ്. മദ്യം പ്രധാനമായും രക്തത്തിലെ ജലാംശത്തിൽ കലരുന്നതിനാൽ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ സ്ത്രീകളിൽ വളരെ വേഗത്തിൽ കൂടുന്നു. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മാത്രം കണക്കുകളിലേക്ക് വരാം. കേരളത്തില് 15 വയസ്സിന് മുകളിലേക്കുള്ള പുരുഷന്മാരെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.9% മദ്യപിക്കുന്നവരാണ്. എന്നാൽ സ്ത്രീകളിൽ വെറും 0.2% മാത്രമേ മദ്യപിക്കാറുള്ളൂ. ചുരുക്കത്തില് നമ്മുടെ കേരളത്തില് സ്ത്രീകളെക്കാൾ കൂടുതൽ മദ്യപിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. എന്നാൽ മദ്യത്തെക്കുറിച്ചുള്ള സാമൂഹിക കാഴ്ചപ്പാട് മാറുന്നതനുസരിച്ച് കേരളത്തിലെ സ്ത്രീകളിലും മദ്യപാനത്തിനുള്ള പ്രവണത കൂടി വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഔട്ട്.